ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന ഗുസ്തി ഫെഡറേഷന്റെ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ഇത്തവണ ബി.ജെ.പി. സീറ്റ് നിഷേധിച്ചു. പകരം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമായ കൈസർഗഞ്ചിൽ ബ്രിജ്ഭൂഷന്റെ മകൻ കരൺഭൂഷനാണ് ഇത്തവണ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വസ്തുത ബ്രിജ്ഭൂഷൺ യഥാർത്ഥത്തിൽ ഇത്തവണ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അവസാന നിമിഷം എന്തുകൊണ്ടായിരിക്കും ബി.ജെ.പി. ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടന്നത്? ബാലു, ബ്രിജ്ഭൂഷൺ സിംഗ് ശരൺ എന്ന് പറയുന്ന ആൾ ഈ കൈസർഗഞ്ച് ഗോണ്ട ബെറ്റിലെ ഏറ്റവും വലിയ ഒരു സ്വാധീനമുള്ള ഒരു ഠാക്കൂർ നേതാവാണ്. 3 തവണ ബി.ജെ.പി. ടിക്കറ്റിൽ ജയിച്ചു. അതിന് മുമ്പ് 3 തവണ സമാജ്വാദി പാർട്ടിയുടെ ടിക്കറ്റിലും ജയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ 6 ടേമായിട്ട് MP ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് സീറ്റ് നിഷേധിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ബി.ജെ.പി. എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഗൗരവത്തോടെ ആരോപണം ബി.ജെ.പി. കണക്കിലെടുക്കുന്നു എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായ തിരിച്ചടി ഹരിയാനയിൽ ഉണ്ടാകുമെന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ജാട്ട് മേഖലയിൽ ഉണ്ടാകുമെന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബ്രിജ്ഭൂഷണ് സീറ്റ് നിഷേധിച്ചിരിക്കുന്നത്. കൈസർഗഞ്ച് നാളെ പത്രിക സമർപ്പണത്തിൻ്റെ അവസാന ദിവസം മെയ് 20-ന് അമേഠിക്കൊപ്പം കൈസർഗഞ്ചിലും വോട്ടെടുപ്പ് നടക്കുന്നു. ഠാക്കൂർ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് കൈസർഗഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിജ്ഭൂഷനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ മകനെ കരൺഭൂഷനെ അപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2.5 ലക്ഷത്തിന് അടുപ്പിച്ച വോട്ടിനാണ് ഈ ബ്രിജ്ഭൂഷൺ അവിടെ വിജയിച്ചത് എന്ന് മാത്രമല്ല, അവിടെ മണ്ഡലത്തിൽ വളരെ നിർണായകമായ, ബസന്ത് പറഞ്ഞതുപോലെ തന്നെ ബ്രാഹ്മൺ ഠാക്കൂർ സമുദായത്തിൽ വളരെ നിർണായകമായ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ്. പക്ഷേ ഇതിനകത്തൊരു വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബാധിപത്യത്തിനെതിരെ പറയുന്ന ബി.ജെ.പിയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷായൊക്കെ ഈ കോൺഗ്രസിലെ കുടുംബാധിപത്യം, ഡൈനാസ്റ്റിക് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുമ്പോഴാണ് ബ്രിജ്ഭൂഷണിന് പകരം അദ്ദേഹത്തിൻ്റെ മകനെ ഇവിടെ രംഗത്തിറക്കുന്നത്. ഇല്ല, അത് ഞാൻ ഈ പറഞ്ഞില്ലേ, ബ്രിജ്ഭൂഷണെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കൈസർഗഞ്ച് ബെൽറ്റിൽ അവർക്കൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയില്ല. അവിടെ ഇവരുടെ സ്വാധീനം വളരെ വലുതാണ്. ഇത്രയും വലിയ വിഷയം, ഇവിടെ സാക്ഷി മാലിക്കിനെ പോലെ വിനീഷ് ഫോഗത്തിനെ പോലെയുള്ളവരൊക്കെ തന്നെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും ബ്രിജ്ഭൂഷണെതിരെ പാർട്ടി തലത്തിലൊരു നടപടിയെടുക്കാൻ ബി.ജെ.പി. തയ്യാറായില്ല. ഒടുവിൽ വളരെ സമ്മർദ്ദം വന്നപ്പോഴാണ് ഡൽഹി പോലീസ് കേസെടുക്കുകയും ഇപ്പോൾ കുറ്റപത്രം നൽകുകയും ചെയ്ത് ഇപ്പോൾ കേസ് നടക്കുന്ന ഒരു സാഹചര്യം. ബ്രിജ്ഭൂഷൺ നൽകിയ ഹർജി ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒരു അനുകൂല ഉത്തരവ് ബ്രിജ്ഭൂഷൺ ലഭിച്ചില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബ്രിജ്ഭൂഷനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഈ ഇലക്ഷനിലേക്ക് അവർക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് മകനെ എടുത്തേക്കുന്നത്, കരൺഭൂഷൺ ഉത്തർപ്രദേശ് ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റാണ്. അതോടൊപ്പം അവിടുത്തെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ വലിയ തോതിലുള്ള സ്വാധീനം അവർക്ക് അവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബ്രിജ്ഭൂഷന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ ഒരു ബാഹുബലിയാണ്. നമുക്ക് ഗുണ്ടാ നേതാവെന്ന് പറയേണ്ട. സമരം നടക്കുന്ന കാലത്ത് ഡൽഹിയിൽ ഈ ആ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പറഞ്ഞു കേട്ടിട്ടുണ്ട്, തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴത്തേക്കും ഏതാണ്ട് 50-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അവിടുത്തെ എല്ലാം ജീവനക്കാരാണ് ബ്രിജ്ഭൂഷന്റെ മുഖ്യ പ്രചാരകരായി ഇറങ്ങുന്നത്. അല്ല, അത് മാത്രമല്ല, ഇതിൽ വേറൊരു വിഷയമുള്ളത്, ഈ സ്വാധീനമെന്ന് പറയുന്നത് പല രീതിയിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജോലി, അതോടൊപ്പം തന്നെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഉള്ളപ്പോഴും ബ്രിജ്ഭൂഷൺ സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു തനിക്ക് സീറ്റ് നിഷേധിക്കില്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കാട്ടേക എന്ന് ചോദിച്ചപ്പോൾ കാട്ടേക എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ സീറ്റ് നിഷേധിക്കും അല്ലെങ്കിൽ വെട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത്. ഏതെങ്കിലും കാരണവശാൽ മകനെ ആക്കിയതിൽ ബ്രിജ്ഭൂഷന്റെ ഒരു എതിർപ്പ് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഇതിപ്പോൾ ബ്രിജ്ഭൂഷൻ്റെ തന്നെ സമ്മതത്തോടു കൂടി തന്നെയാണ് വന്നേക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി മകൻ പോയി ബ്രിജ്ഭൂഷൻ്റെ കാല് തൊട്ട് അനുവാദം വാങ്ങിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ബ്രിജ്ഭൂഷൺ. ഒരു ചെറിയൊരു കാര്യം കൂടെ നമുക്ക് അത് പറയേണ്ടി വരും. ഹരിയാനയിൽ ഇത് എങ്ങനെ ഈ തീരുമാനം ബാധിക്കും? ഈ ജാട്ട് മേഖലയിൽ ഇതൊരു അല്ല, അതിപ്പോൾ ബ്രിജ്ഭൂഷണെ നിർത്തിയിരുന്നെങ്കിൽ അതിൻ്റെ റാമിഫിക്കേഷൻസ് ഹരിയാനയിൽ ഉണ്ടാവുമായിരുന്നു. ഈ അഖാഡകളൊക്കെ, ഗുസ്തി അഖാഡകളൊക്കെ തന്നെ ഹരിയാന ഡൽഹി ബോർഡർ അതിർത്തി പ്രദേശങ്ങളിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ബ്രിജ്ഭൂഷണെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അവിടെ കൊണ്ടുവരികയാണെങ്കിൽ അത് ജാട്ട് വോട്ടുകളിൽ പ്രതിഫലിക്കുമെന്നുള്ളൊരു സംശയമുണ്ട്. മാത്രമല്ല, ഇത്തവണ കോൺഗ്രസ് ഹരിയാനയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ളൊരു പ്രതീതി വന്നിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇതുകൂടി ഇട്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് രംഗം ഹരിയാനയിലെ കലുഷിതമാക്കണ്ട എന്നുള്ളതാണ് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. ഏതായാലും ഈ ബ്രിജ്ഭൂഷന്റെ മകനെ സ്ഥാനാർത്ഥിയാക്കിയതിന് ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ, പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളുടെയൊക്കെ നീക്കം. കാരണം ഈ ലൈംഗിക പീഡന ആരോപണം നേരിടുന്നവരോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ബി.ജെ.പിയുടെ നാരീശക്തി എന്ന ഒരു മുദ്രാവാക്യത്തെ മറികടക്കണം, അല്ലെങ്കിൽ അതിനെ തടയുക എന്നൊരു ലക്ഷ്യം കൂടി പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ട് ഇത് വരും ദിവസങ്ങളിൽ സജീവ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത.